വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. എനിക്ക് അവനെ അറിയാം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ നോ ഹിം. എങ്ങനെയാണ്? ഐ നോ ഹിം. എനിക്ക് അവനെ അറിയാം. ഇനി എനിക്ക് അവനെ വർഷങ്ങളായിട്ടറിയാം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമ്മൾ കരുതും ഐ നോ ഹിം ഫോർ ഇയേഴ്സ് എന്നാണെന്ന്, അല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഐ ഹാവ് നോൺ ഹിം ഫോർ ഇയേഴ്സ് എന്നാണ് പറയേണ്ടത്. എങ്ങനെയാണ്? ഐ ഹാവ് നോൺ ഹിം ഫോർ ഇയേഴ്സ്. എനിക്കവനെ വർഷങ്ങളായിട്ട് അറിയാം. എനിക്കറിയാം എന്ന് മാത്രം മതിയെങ്കിലേ, ഉദാഹരണത്തിന് എനിക്ക് അവനെ അറിയാം, എനിക്ക് അയാളെ അറിയാം, എനിക്ക് നിൻ്റെ അച്ഛനെ അറിയാം, ഇങ്ങനെ അറിയാം എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ഐ നോ എന്ന് ഉപയോഗിച്ചാൽ മതി. എന്നാൽ വർഷങ്ങളായിട്ടറിയാം അല്ലെങ്കിൽ മാസങ്ങളായിട്ടറിയാം, അതായത് കുറേ കാലമായിട്ട് ഇന്ന ആളെ അറിയാം എന്ന് പറയാൻ ഐ നോ എന്ന് മാത്രം ഉപയോഗിച്ചാൽ പോരാ, ഐ ഹാവ് നോൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. അവന് എന്നെ അറിയാം. എങ്ങനെ പറയാം? ഹി നോസ് മീ. എങ്ങനെയാണ്? ഹി നോസ് മീ. അവന് എന്നെ അറിയാം. ഇവിടെ നോസ് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഒരൊറ്റ ആളെ മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നോസ് എന്ന് ഉപയോഗിച്ചത്. ഐ നോ എന്ന് പറയല്ലോ. ഐ എന്ന സബ്ജക്റ്റും ഒരൊറ്റ ആളെ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നാലും നോ എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നോസ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് നിയമം. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ഐ ഒഴികെയുള്ള എല്ലാ സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെയും നോ എന്ന വാക്കിനോട് കൂടെ എസ് ചേർക്കണം. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. അവന് എന്നെ വർഷങ്ങളായിട്ട് അറിയാം. എങ്ങനെ പറയാം? ഹി ഹാസ് നോൺ മീ ഫോർ ഇയേഴ്സ്. എങ്ങനെയാണ്? ഹി ഹാസ് നോൺ മീ ഫോർ ഇയേഴ്സ്. അവൻ എന്നെ വർഷങ്ങളായിട്ട് അറിയാം. ഇവിടെ ഹി ഹാസ് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. അത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഹാസ് എന്ന് ഉപയോഗിച്ചത്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മലയാള സെൻറ്റൻസുകൾ തരാം. 1. എൻ്റെ അച്ഛനെ ആ ഡോക്ടറെ അറിയാം. 2. എൻ്റെ അച്ഛനെ ആ ഡോക്ടറെ 2 വർഷത്തോളമായിട്ട് അറിയാം. 3. അവർക്ക് ഞങ്ങളെ അറിയാം. 4. അവർക്ക് ഞങ്ങളെ 6 മാസത്തോളമായിട്ട് അറിയാം. ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ച് നോക്കുക. ഇതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.